നമ്മളെ ഡ്രൈവർ ചാത്തുട്ടിയായിട്ട് ഞാൻ കണ്ടിരുന്നു. പാവത്തിന് 3-4 പെൺകുട്ടികളാ. ശരിക്കും വഴിമുട്ടി. വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു. നിനക്കും അതാ നല്ലത് ഹംസേ. ഞാൻ ഓഫീസിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം കിട്ടിക്കാണില്ലായിരിക്കും. പണം വാങ്ങാൻ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. പറഞ്ഞ അവധികളൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയുമില്ല. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം. വാ, നമുക്ക് പോവാം. സർ, എന്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കിയേ പറ്റൂ. എപ്പോഴാ ജപ്തി? അല്ല, അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാൽ 5 ദിവസം, അതിനപ്പുറം പോവില്ല. ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം അഴിച്ചുകൊണ്ടു പോവുകയാണ് പതിവ്. ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല. ഇപ്പൊ ഓട്ടം നിലച്ചു. ഇനിയെങ്കിലും സഹകരിച്ചൂടെ? അല്ല, അവർ കൊണ്ടുപോകാത്ത പാർട്സുകളൊക്കെ നമുക്കൊരു വിലയിടാം. എനിക്ക് തരണം. ബി പ്രാക്ടിക്കൽ. നിങ്ങളൊരു കഴുകനാണ്. ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഓണറുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാണെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും. തെളിച്ചു പറയാം, നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ്. കുട്ടി, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ? ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്. എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ച പിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. എൻ്റെ പ്രതിച്ഛായയുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി. പോട്ടെ. കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി ഇന്ന് അടിമയല്ല. തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവനിന്ന് സംഭരിച്ചിരിക്കുകയാണ്. അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭവിഹിതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ലാതെ നിവർത്തിയില്ല. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല, സൈറൺ മുഴങ്ങുകയില്ല. ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞു കിടന്നു വന്നേക്കാം. എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ. പക്ഷെ നേതാവല്ല. സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നവനുമല്ല. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ? പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാശിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ചടക്കാൻ ഇവിടെ 1000 പേരുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും? തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴുകന്മാരെ ചങ്ങലക്കിടുക. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി.
ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഒരു സമരം ഉണ്ടായ നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും. പട്ടിണിയേക്കാൾ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ ചെലവാകാത്തൊരു സാധനമാണ്. ആയിക്കോട്ടെ, ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. 6-7 കൊല്ലക്കാലം ഗൾഫിൽ കിടന്ന് നരകിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാർ കാരണം വെള്ളത്തിലായി. ആരുമില്ല അയാളെ സഹായിക്കാൻ. താങ്കൾ അയാൾക്ക് ജാമ്യം കൊടുക്കണം. സാർ, സത്യം പറയാം, MLA പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക. ഓഹോ, ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ MLA മാരൻ രംഗത്തിറങ്ങിയിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം. മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞ വെറുതെ അല്ല, ഒന്ന് ഫോൺ ചെയ്യാമല്ലോ. വേണമെന്നില്ല. സാർ, ആ മുരളീധരനെ വിളിച്ചുകൊണ്ടുവരൂ. ശരി സാർ. എനിക്ക് വേണ്ടി സാറ് വളരെയധികം ബുദ്ധിമുട്ടി. എന്റെ കസേരയ്ക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല. എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോട്ടെ, ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ? ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത്. ഇല്ല സാർ, ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ബസ് ഇറക്കാൻ ഞാൻ തന്നെ സഹായിച്ചാലോ? വേണ്ട സാർ, ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ താൻ എന്ത് ചെയ്യാനാ ഭാവം? ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സാറിൻ്റെ നല്ല മനസ്സിന് വളരെ നന്ദി. എന്നെങ്കിലും ഇനിയും കാണാം. ഞാൻ വീട്ടിൽ വിടാം. ഏത് വീട് സാർ? വേണ്ടായിരുന്നു. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലോ. ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അതിങ്ങനെ തീർന്ന ഭാഗ്യായി. അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ബസ് ഇറക്കുന്നില്ലേ? ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം. ടയറൊക്കെ മാറ്റണം, എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം, ബസ്സിന്റെ പുറത്തുള്ള കടം വീട്ടണം. രൂപ കുറച്ചൊന്നും പോരാ. 1-2 ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താ ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ, ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം മുതല് പ്രസിലെ ജോലി സ്ഥിരാവും. പിന്നെന്താ? കഴിഞ്ഞതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. 7 കൊല്ലം മുമ്പ് 500 രൂപയും കൊണ്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത്. എനിക്കിപ്പോഴും അവിടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് എഴുതിയിരുന്നു, ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ? അപ്പോ പോകാൻ തീരുമാനിച്ചോ? ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം. നഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷിക്കാൻ എനിക്കിപ്പോൾ വലിയൊരു നേട്ടം ഉണ്ടായല്ലോ രമ.
ബസ് വരുന്നുണ്ട്. എത്തിയാൽ ഉടൻ എഴുതണം. എഴുതാം. സമയം കിട്ടുമ്പോഴെല്ലാം എഴുതാം.